ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് പ്രവേശിപ്പിച്ച ഉദ്ധിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന തൻ്റെ ശിഷ്യരുടെ അടുത്തേക്ക് സമാധാനം ആശംസിച്ചു കടന്നു വന്ന ഈശോ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം അവരുടെ മനസ്സ് തുറന്നുവെന്ന് പറയുന്നുവല്ലോ. പലപ്പോഴും രക്ഷകനെ അറിഞ്ഞിട്ടും ദുഃഖത്തിലും നിരാശയിലും വീണു പോകുന്ന നമ്മളുടെ ഹൃദയങ്ങളെ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കുര്യക്കാട്ടിലച്ചൻ്റെ വചനത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ യേശു സ്പർശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഈശോ നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിലേക്ക് ചെന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 38-ാമത്തെ തിരുവചനം. ഒരു കുഞ്ഞിപ്പെങ്ങൾ, സമയത്തും കാലത്തിനെയും അതീതനായവൻ, മരിച്ച വീട്ടിൽ സമയം തെറ്റി കയറി വന്നതിൻ്റെ പരിഭവത്തോടെ പറഞ്ഞു, ഗുരോ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പലപ്പോഴും മരണത്തിൻ്റെ മുമ്പിൽ, പെട്ടെന്നുള്ള പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളും വിളിച്ചു പറയാറുണ്ട്, ഡോക്ടർമാരുടെ സാന്നിധ്യം കിട്ടിയിരുന്നെങ്കിൽ സമയത്ത്, അതുമല്ലെങ്കിൽ ആശുപത്രിയിൽ സമയത്ത് എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വണ്ടി അപകടത്തിൽ ആ വഴി പോകാതിരുന്നെങ്കിൽ, ഇങ്ങനെ പല വൈവിധ്യമുള്ള എങ്കിലുകൾ ഏർത്തി ചൊല്ലിക്കൊണ്ട് നമ്മൾ നെടുവീർപ്പിടാറുണ്ട്. ഇവിടെയും ഈശോ ഒരൊറ്റ ഉത്തരമേ ആ പെങ്ങളോട് പറഞ്ഞുള്ളൂ, മകളെ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ നെടുവീർപ്പ. ഞാൻ ഇന്നും ഓർക്കുന്നു, 1986 കേരളത്തിലെ തടവറയാകുന്ന കുഴിമാടങ്ങൾക്ക് മുൻപിലൂടെ പ്രാർത്ഥനാ മന്ത്രവുമായി നടത്തിയ ഒരു തീർത്ഥയാത്ര. വടവാതൂർ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന 2 സെമിനാരിക്കാര്, ഫ്രാൻസിസും വർഗീസും, അവരിന്ന് വൈദികരാണ്. അവർ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ 1 മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഉച്ചനേരത്തിരുന്ന് പ്രാർത്ഥിച്ച് അവരുടെ ഹൃദയത്തിൽ ഉരുവായ ഒരു കൊച്ചു ചിന്തയുണ്ട്. വി മസ്റ്റ് ബിക്കം എ ലവ് ബോംബ്, ലെറ്റ് ഇറ്റ് ബി എക്സ്പ്ലോഡഡ്, നോട്ട് ടു കിൽ ബട്ട് ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ട്സ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടവന്മാർക്ക് ഒന്നും പറ്റിയില്ല. പ്രത്യേകിച്ചും ചെഷയർ വിമാനയാത്രികൻ താഴെ പേടിച്ച് വിറച്ച് ഒരിക്കലും കാണാത്ത ആ കാഴ്ച കണ്ട് 40,000-ഉം 30,000-ഉം അങ്ങനെ 70,000 മനുഷ്യ ജീവനുകൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും കത്തി അമരുന്ന കാഴ്ച കണ്ട് താഴെ വന്ന് വിമാനമിറക്കിയിട്ട് ലോകം മുഴുവൻ ആരംഭിച്ച ഭവനമാണല്ലോ ചെഷയർ ഹോം. എന്നാൽ കാൽവരിയുടെ നെറുകയിൽ ഈശോ ആകുന്ന ഒരു ലവ് ബോംബ്, സൂപ്പർ ഡൈനാമിക് ലവ് ബോംബ് പൊട്ടിച്ചെതറി. ആരെയും കൊല്ലാനല്ല, മുറിപ്പെടുത്താനല്ല, മുറിവുണക്കാൻ. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സഹോദരങ്ങൾ വിളിച്ചു പറഞ്ഞത്, വി മസ്റ്റ് ബിക്കം എ ലവ് ബോംബ്, ലെറ്റ് ഇറ്റ് ബി എക്സ്പ്ലോഡഡ്, നോട്ട് ടു കിൽ ബട്ട് ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ട്സ്. അങ്ങനെ കേരളത്തിലെ 48 തടവറയിലേക്കും 1986 ആദ്യത്തെ തീർത്ഥയാത്രയായി, ഈശോയെ തേടിയുള്ളൊരു തീർത്ഥയാത്രയായി തുടങ്ങിയ ആ യാത്രയിൽ പങ്കെടുക്കാനും അന്ന് എനിക്കും ഭാഗ്യം കിട്ടി. ഈ സഹോദരങ്ങൾ ബോംബുണ്ടാക്കിയ രീതി, കയ്യിലൊരു കുരിശ് എടുക്കും, ഉപവാസിക്കും, അതുപോലെ തന്നെ കട്ടിൽ മടക്കി വെച്ച് നിലത്ത് കിടന്നുറങ്ങും. കാരണം തടവറയിൽ കഴിയുന്നവൻ കിടന്നുറങ്ങുന്നത് പച്ച മണ്ണിലാ.
അവൻ്റെ വേദന സ്വന്തമാക്കണമെങ്കിൽ പച്ചമണ്ണിൽ കിടന്നുറങ്ങണം. കയ്യിൽ പ്രാർത്ഥനയുടെ കുരിശും ഏന്തി ഉപവാസിച്ച് ഒരുങ്ങിയ ആ സഹോദരങ്ങളുടെ ആ 86-ലെ തീർത്ഥയാത്ര കണ്ണു തുറപ്പിക്കുന്ന ഒരു യാത്രയായിരുന്നു. അന്നാണ് മനസ്സിലായത് കേരളത്തിലെ ഓരോ തടവറയും അടയ്ക്കപ്പെട്ട ലാസറുമാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന്. നമുക്കിന്ന് നഷ്ടപ്പെട്ടത് ഈ നെടുവീർപ്പ. ഈശോ നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിലേക്ക് ചെന്ന് ആ ലാസറിനെ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും ബന്ധിതനാവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ കേരളത്തിൻ്റെ തടവറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ട ലാസർമാരെ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് വൈവിധ്യമുള്ള ബന്ധനങ്ങളാൽ പാപത്തിൻ്റെ, മരണത്തിൻ്റെ, നിയമത്തിൻ്റെ എല്ലാ കെട്ടുകളാൽ കെട്ടപ്പെട്ട ലാസർമാരെ തടവറയ്ക്കുള്ളിൽ നിന്ന് വിടുതൽ കൊണ്ടുവരണമെങ്കിൽ, മോചിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ വാതിൽക്കൽ ചെന്ന് നിന്ന് ഈശോ നെടുവീർപ്പിട്ടതുപോലെ നെടുവീർപ്പിടണം. അങ്ങനെ നെടുവീർപ്പിട്ടുകൊണ്ട് പുറത്തു വന്ന തടവറ മക്കൾക്ക് വേണ്ടി തൃശ്ശൂരുള്ള സ്നേഹാശ്രമം അന്ന് 87-88 രൂപപ്പെട്ട് അവിടെ വന്ന് ജീവിതം തിരിച്ചു കിട്ടിയ മക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുടുംബമായി ഈ കഴിഞ്ഞ മെയ് മാസം 20-ാം തീയതി 22 കൊല്ലങ്ങൾക്ക് മുമ്പ് വിവാഹിതരായ കുടുംബങ്ങളെ വിളിച്ചപ്പോഴാ ഇതാ മറൈൻ ഡ്രൈവിൽ എറണാകുളത്ത് ഭാര്യമാരും അവരുടെ കുഞ്ഞുങ്ങളും 88 പേര് വന്നൊരു ബോട്ടെടുത്ത ആ ബോട്ടിൽ ഞങ്ങൾ നടത്തിയ യാത്ര ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ഛനും മക്കോളിയച്ഛനും ജോസ് പുതിയിടത്തിലച്ഛനും പ്രേക്ഷിതരായ എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തിയൊരു യാത്ര. അവസാനം ഒരു സത്യം മനസ്സിലായി. ഈശോ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? ഈശോ പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 88 തടവറയുടെ വേദന അനുഭവിച്ച കുടുംബങ്ങൾ അവരുടെ തലമുറ പോലെ കുഞ്ഞുങ്ങളും ആയിട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത് അവസാനം ആ കുഞ്ഞുങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛാ നമ്മൾ യാത്ര ചെയ്ത് ആകാശത്തിലൂടെയാണോ അതോ ഈ കൊച്ചി കായലിലൂടെയാണോ? എന്തേ മക്കളെ? അല്ല, ഞങ്ങളുടെ മാതാപിതാക്കളും കടന്നുപോയ ആ വേദനയുടെ നെടുവീർപ്പിന്റെ നൊമ്പരങ്ങൾ 2-2.5 മണിക്കൂർ നേരം പങ്കിട്ടപ്പോൾ ഞങ്ങളും സ്ഥലം മറന്നു കാലം മറന്നു അച്ഛോ എന്ന കുഞ്ഞുങ്ങള് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ തടവറ അടയ്ക്കപ്പെട്ട ലാസർമാരാൽ നിറയപ്പെട്ടതാണെങ്കിൽ അവിടെ ഇന്ന് നമുക്ക് വീണ്ടെടുക്കേണ്ടത് നെടുവീർപ്പ. ആ നെടുവീർപ്പോടെ തടവറയ്ക്കുള്ളിലേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ നാം കണ്ടുമുട്ടുന്നത് ലാസർമാരെയാ. ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് സൂസേപ്പാക്യം പിതാവ് വിളിച്ചത്. കള്ളന്മാരെയും ജയിൽ പുള്ളികളെയും ഒക്കെ ശുശ്രൂഷിക്കുന്ന അച്ചോ തിരുവനന്തപുരം കടൽ തീരത്തേക്ക് വരുന്നു ഈ മക്കളോട് പക്ഷം ചേരാൻ. അങ്ങനെയാണ് 2004 വർഷം 2004 ആണ്ടിൽ തിരുവനന്തപുരത്ത് ചെന്ന് വലിയുതറ സെന്റ് സേവ്യർ പള്ളിയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്ത ആ ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ആ ചെലവഴിച്ച 10 വർഷക്കാലം എൻ്റെ ജീവിതത്തിലൊരു വലിയ ഉൾക്കാഴ്ചയായിരുന്നു. മഴ പെയ്യുമ്പം മരച്ചുവട്ടിലേക്ക് പോലും മാറി നിൽക്കാൻ മാനസിക ശേഷിയില്ലാത്ത, നഗ്നത അറിയില്ലാത്ത, വിശപ്പറിയില്ലാത്ത, എന്തിനെന്നറിയാതെ മാറാപ്പുതോൽ കെട്ടിച്ചമക്കുന്ന തെരുവിലെ ഭ്രാന്തൻ. കോവളവും കഴക്കൂട്ടം റൂട്ടിലെ ബൈപ്പാസിൽ തെരുവിലെ പട്ടിയും തെരുവിലെ മാനസിക രോഗിയും വലിച്ചെറിയുന്ന വേസ്റ്റ് വാരി തിന്നുന്ന രംഗം കണ്ടു പിതാവിനോട് ചോദിച്ചു, പിതാവേ, ശൂന്യമായി കിടക്കുന്ന പഴയ മൈനർ സെമിനാരി തരുവോ? ആ പിതാവിന്റെ വലിയ മനസ്സുകൊണ്ട് ആ മൈനർ സെമിനാരിയിൽ ആദ്യത്തെ തെരുവിലെ മകനെ, മാനസിക രോഗിയെ കൊണ്ടുപോയി പാർപ്പിച്ചു. ഇന്ന് അവിടെ 98 മാനസിക രോഗികൾ അവിടെ വസിക്കുന്നു. സ്വസ്ഥമായി അവർ ഉറങ്ങുന്നു, ആഹാരം കഴിക്കുന്നു, കുളിക്കുന്നു. ആ ഭവനത്തിന് ചുറ്റും ഒരു മതിൽക്കെട്ടുണ്ട്. എങ്ങനെ മനുഷ്യ സ്നേഹത്തിന്റെ, വറ്റാത്ത സ്നേഹത്തിന്റെ ഉടമകളായ ജാതിയും മതവും മറന്ന് മാനവരാശി ആ തിരുവനന്തപുരം കടൽ തീരത്തും ചുറ്റുപാടിലുമുള്ളവരെ കൊണ്ട് ചുറ്റപ്പെട്ട കെട്ടപ്പെട്ട ഒരു മതിലുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഒരൊറ്റ നേരത്തെ ആഹാരം ഈ മക്കൾക്ക് വേണ്ടി അവിടെ ഒരുക്കണ്ട. കടൽ തീരത്തെ ഓരോ ഗ്രാമങ്ങളും ഓരോ ദിവസവും ഏറ്റെടുത്ത് ഇവർക്കുള്ള പൊതിച്ചോറുമായിട്ട് അവർ വന്ന് ഇവരെ തീറ്റിപ്പോറ്റുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഓർക്കുന്നു, ഷാനവാസിന് വേണ്ടി ഉമ്മ ദോശയും ചമ്മന്തിയുമായിട്ട് വന്ന്
ആ കുഞ്ഞിന് അമ്മക്കിളി കുഞ്ഞിക്കിളിക്ക് തീറ്റ കൊടുക്കുന്നത് പോലെ വാരി വാരി ആ ഭക്ഷണം കൊടുക്കുന്ന ആ ഉമ്മയെ കണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ കണ്ണു നിറഞ്ഞ് നോക്കി നിന്നിട്ടുണ്ട്. അവളുടെ ചേച്ചി ശാഖിതയും രോഗിയാ, മാനസിക രോഗിയാ. ഒരു ദിവസം വിളിച്ചു പറഞ്ഞ, അച്ചോ ഉമ്മ തലയടിച്ച് ചോരയിൽ മരിച്ചു കിടക്കുന്നു, വിവരം അണ്ണനോടൊന്ന് പറയുവോ? ഞാൻ ഷാനവാസിനോട് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. ഇനി ഒരിക്കലും തന്റെ ഉമ്മ ദോശയുമായി ആ ഭവനത്തിലേക്ക് കടന്നു വരില്ലെന്ന് ചിന്തിക്കാനുള്ള തലച്ചോറില്ലാത്ത ഷാനവാസ്. ഞാൻ ചിന്തിച്ചു, ചിരിക്കേണ്ടപ്പോ ചിരിക്കാനോ കരയേണ്ടപ്പോ കരയാനോ തലച്ചോറില്ലാത്ത ഷാനവാസ് ഒരിക്കലും ഇതുപോലെ ഒരു മാനസിക രോഗിയെ കയറ്റിക്കൊണ്ടുപോയപ്പോ വഴിയിൽ വേറെ ഒന്നിനെ കണ്ടു. വണ്ടി നിർത്തിയപ്പോ അകത്ത് ഇരുന്ന മാനസിക രോഗി പറയുക, ഫാദർ അവൻ ഭ്രാന്തനാ, അവനെ കെട്ടിയ ഞാൻ ചാടിപ്പോകും. ഞാൻ ചിന്തിച്ചു, ഇവിടെ ആർക്കാണ് ഭ്രാന്ത്? ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാ മനസ്സിലാക്കിയത് അവൻ ഭ്രാന്താണെന്ന്? അവനെ കാണുമ്പോൾ അറിയാം. ഇവനോ കുളിച്ചിട്ട് നാളുകളായി, കാലിൽ ചെരുപ്പില്ല, നെഞ്ചു മുഴുവനും പച്ച ചെളിയാ, നീണ്ട മുടി, കുളിച്ചിട്ട് തന്നെ മഴ പെയ്താൽ മാത്രമേ ഒരിറ്റ് വെള്ളം അതുങ്ങളുടെ തലയിൽ വീഴുള്ളൂ. അങ്ങനെയുള്ളവൻ ആ വഴിയിൽ കണ്ട ഭ്രാന്തനെ കണ്ടപ്പോൾ അവൻ ഭ്രാന്തനാണെന്ന് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയാൻ കാരണം, ഇന്ന് ഈ തെരുവിലൂടെ അലയുന്ന മാനസിക രോഗികൾക്ക് വിലയില്ല. തെരുവിലെ പേ പട്ടിക്കുന്ന വിലയുണ്ട്. അത് ചത്താൽ അതിന്റെ ഹൃദയം എടുത്തു കൊണ്ടുപോയി ഫോറൻസിക് ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കും. മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണോ? കാട്ടിലെ കാട്ടുപന്നിയും കാട്ടാനയും ചത്തു കഴിഞ്ഞാൽ അതിന് വിലയുണ്ട്. എന്നാൽ തെരുവിലെ മാനസിക രോഗികളായ മക്കൾക്ക് വിലയില്ല. മാനസിക രോഗികളായ മക്കൾക്ക് വിലയുണ്ടാകണമെങ്കിൽ ഈ കുരിശിൽ മരിച്ചവന് വിലയുണ്ടാവണം. ഈ കുരിശിൽ മരിച്ച മിശിഹായ്ക്ക് തൻ്റെ ജീവിതത്തിൽ വിലയുള്ളവനെ തെരുവിലെ മാനസിക രോഗിക്ക് വിലയുള്ളൂ. ഇല്ലെങ്കിലോ ഈ മനുഷ്യര് മരിച്ചു കഴിയുമ്പോൾ മദ്യപിച്ച് ആവശ്യത്തിന് കുഴി പോലും കുഴിക്കാതെ കൊണ്ടുപോയി ചുടലക്കാടുകളിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് കുറുക്കൻ വന്ന് വലിച്ചു വഴിയരിയിൽ ഇടുന്നത് പേപ്പറിലും TV-യിലും പ്രിയപ്പെട്ടവരെ വാർത്തയായി നമ്മൾ വായിക്കാറില്ലേ? അപ്പോൾ മനുഷ്യനെന്ന് വില നഷ്ടപ്പെട്ടു. കാട്ടുമൃഗങ്ങൾക്കും കാട്ടാനയ്ക്കും കാട്ടിലെ ജീവികൾക്കും പക്ഷികൾ പോലും അന്യരാജ്യങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ എണ്ണമെടുത്ത് മരുന്ന് കൊടുത്ത് അടുത്ത രാജ്യത്തേക്ക് വിളിച്ചു പറയുന്നു പക്ഷി സ്നേഹികൾ, പട്ടി സ്നേഹികൾ, മൃഗസ്നേഹികൾ. എന്നാൽ മനുഷ്യ സ്നേഹികളുടെ ആ കാലം മക്കളെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു കൂട്ടം മനുഷ്യരെ കുറിച്ചുള്ള നൊമ്പരം മനസ്സിൽ വീണ്ടും കടന്നു വരാൻ ഇടയായത്. കിടന്നു മടുത്ത് നട്ടല്ലൊടിഞ്ഞു കിടന്ന തിരുവനന്തപുരത്തെ പാപ്പനംകോടുള്ള ഒരു മനുഷ്യൻ കയ്യിലൊരു വാക്കത്തി എങ്ങനെയോ കിട്ടി. കിടന്ന കിടപ്പിന് എല്ലാ ആവശ്യവും എടുത്തുപോകാനും ക്ലീൻ ചെയ്യുവാനും ഭാര്യയും മക്കളുമുള്ളവൻ മടുത്തപ്പോ കയ്യിൽ കിട്ടിയ വാക്കത്തി കൊണ്ട് കാല് വെട്ടി പച്ചയ്ക്ക് ഒരു അനസ്തേഷ്യയും കൊടുക്കാതെ വാടക കൊണ്ടുകളാണ് വെട്ടി പരിക്കേൽപ്പിച്ചത് എന്ന് പറഞ്ഞ് പാൽമാർത്തതയുള്ള പോലീസുകാർ 2 മാസം പണിയെടുത്തു ആ ക്രൂരനായ വാടക കൊലയാളിയെ പിടിക്കാൻ. അവസാനം പനി പിടിച്ചപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ ഡോക്ടറെ ആരും വെട്ടിയതല്ല, സ്വയം വെട്ടിയതാ. കാരണം ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയും മക്കളും ജീവിക്കും. ഒരു കയറ ഫാനിൽ ഇട്ട് തരാൻ എനിക്കാളില്ല, ഒരിറ്റ് വിഷം വാങ്ങിത്തരാൻ എനിക്കാളില്ല. ഇത് വേറൊരു നെടുവീർപ്പാ. നട്ടല്ലൊടിഞ്ഞു കിടക്കുന്ന മനുഷ്യര് 56 പേരെ അതിനുശേഷം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. ഓരോരുത്തരുടെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്ന ഇതേ ചോദ്യം തന്നെയാ, അച്ഛാ കിടന്നു മടുത്തു. എല്ലാ ആവശ്യവും ജീവിത പങ്കാളി. ഇനി അവിവാഹിതരായി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഈയിടെ ചിന്തിക്കുകയായിരുന്നു. അമ്മയ്ക്ക് പ്രായമായി, അപ്പൻ മരിക്കാറായി, ചേട്ടന്റെ ഭാര്യ അല്ലെങ്കിൽ അനിയന്റെ ഭാര്യ, നട്ടല്ലൊടിഞ്ഞു കിടക്കുന്ന അവിവാഹിതന്റെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാൻ ആരുമില്ലാത്ത മക്കളെ കുറിച്ച് ഈയിടെ ഞാനിരുന്ന് ചിന്തിച്ചു. സത്യമല്ലേ? എല്ലാ ആവശ്യവും ഒരാൾ നടത്തിത്തരണം. ഇവർക്ക് പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല, മരിക്കൂല, കിടന്ന കിടപ്പി കിടക്കുള്ളൂ. ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു നെടുവീർപ്പിന്റെ വേറെയൊരു ലോകം. നട്ടല്ലൊടിഞ്ഞു കിടക്കുന്ന മനുഷ്യര്. ഇത് നമ്മുടെ വേദനയാവണം, മാനവരാശിയുടെ നൊമ്പരമായി മാറണം. മാറിക്കഴിയുമ്പോൾ ഇതാ നമ്മുടെ കരങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യര് ഇവരൊക്കെ വീണ് കഴിയുമ്പോൾ ഒരു പിരിവ് നടത്തും.
ഒരു സഹോദരൻ പറഞ്ഞു 10 ലക്ഷം രൂപ കിട്ടിയാച്ചോ, അത് മുഴുവൻ വൈദ്യർമാർക്ക് കൊടുത്തു. പ്രതീക്ഷയോടെയാ കൊടുത്തത്. ഇപ്പൊ ആരുമില്ല. മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി ആയിരുന്ന കാലഘട്ടത്തിൽ പല ഫണ്ടുകളും കിട്ടി, സഹായം കിട്ടി. ഈ പ്രതീക്ഷയോടുകൂടെ ചികിത്സയുടെ സഹായത്തോടെ അല്പം ഒന്ന് കാലും കയ്യും ചലിപ്പിക്കാൻ. എൻ്റെ നാട് ഉടുമ്പന്നൂരാ. അവിടെ ഒരു പാറപ്പുറത്ത് നട്ടെല്ലൊടിഞ്ഞ് കിടക്കുന്ന അശോകൻ പറയുകയായിരുന്നു, ഫാദറെ, വെന്ത് വേവിച്ച് വെക്കുന്നത് ഈ കാട്ടിലിൽ വെച്ചിട്ട് പോയി കഴിയുമ്പോ അതൊന്ന് വാരി എൻ്റെ ഈ വായോടൊന്ന് അടുപ്പിച്ച് ഭക്ഷിക്കാൻ ഈ കൈകൾക്ക് ശേഷി കിട്ടിയിരുന്നെങ്കിൽ അവൾക്ക് പോകാമായിരുന്നു തൊഴിലുറപ്പിന്. 2 ഇരട്ട കുഞ്ഞുങ്ങൾ, അതിൻ്റെ മൂത്തത് 3 മക്കളെ, പാറപ്പുറത്ത് 2 സെന്റ് സ്ഥലത്ത് ജീവിക്കുന്ന അശോകന്റെ നെടുവീർപ്പ് ഒറ്റ നെടുവീർപ്പല്ല. ഇതുപോലെ വീണ് കെട്ടിടത്തിൽ നിന്നും വണ്ടി അപകടത്തിലും പനയിൽ കയറി തെങ്ങിൽ കയറി താഴെ വീണ് കിടക്കുന്ന മനുഷ്യരുടെ എണ്ണം 50, 100 അല്ല, ആയിരക്കണക്കിന് മനുഷ്യര് ഇതുപോലെ നട്ടല്ലൊടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. ഇതും നമ്മുടെയൊക്കെ സ്നേഹത്തിന്റെ ആ ഒരു അരുവിയിലേക്ക് നമ്മൾ വരുമ്പോഴേ ഇവർക്കും വിലയുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് HIV ബാധിതരുടെ ഫീൽഡിലേക്കും പതുക്കെ കടന്നു വരുന്നത്. ദുബായിലെ ഒരു നേഴ്സ് റീന കുറച്ച് നാളുകൾക്ക് മുമ്പ് വിളിച്ചത് ഓർക്കുന്നു. ഞാൻ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ, അച്ചോ, ജോലി അന്വേഷിച്ച് ദുബായിൽ വന്ന് ഇറങ്ങിയതാ മകള്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തെരുവിൽ അർത്ഥപ്രാണയായി കിടക്കുന്ന ഒരു മകൾ, പേര് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ആശുപത്രിയിൽ ചെന്നു. ചികിത്സ കഴിഞ്ഞപ്പോ സുബോധം തിരിച്ചു കിട്ടി. എന്നാൽ ആ കൂടെ കിട്ടിയ ഒന്നുണ്ട്, HIV. ഒരു മകളും ഉണ്ട്. നാട്ടിലെത്തി. ആ മകൾ ഇന്ന് പഠിച്ച് തിരുവനന്തപുരത്ത് ഏവിയേഷന്റെ ട്രെയിനിങ് കഴിഞ്ഞ് ജോലി താമസിയാതെ കിട്ടും. അവൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകളെ ഒരു കൈ ഒന്ന് പിടിച്ചേൽപ്പിക്കണം. എനിക്ക് കത്ത് വന്നു, ഫോൺ ചെയ്തു, ഫാദറെ, മോൾക്കൊരു വിവാഹാലോചന വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നിന്റെ രോഗം അവള് ആ വിവാഹത്തിന് വരുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞോ? നാളെ ഈ രോഗം അറിഞ്ഞു കഴിയുമ്പോൾ അവൻ ഇട്ടിട്ട് പോകരുത്, കെട്ടിയ താലിയും പൊട്ടിച്ച്. അപ്പോൾ അവള് പറഞ്ഞു, അച്ഛാ, മോള് പറഞ്ഞു, എൻ്റെ അമ്മയുടെ രോഗം ഇതാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകും, ആ വിവാഹം താമസിയാതെ നടക്കും. ഇനി എന്തിനാണ് ഇത് സൂചിപ്പിച്ചത്? HIV ബാധിതരായ മക്കൾക്ക് വേണ്ടി അല്പവും കൂടെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി പോഷകാഹാരം, അവർക്ക് വേണ്ട ഗുളിക, അതുപോലെ ആഹാരവും തിരുവനന്തപുരത്തും ഞങ്ങളുടെ തന്നെ സഭയിൽപ്പെട്ട വൈദികര് കൊല്ലകൾ എന്ന് പറയുന്ന സ്ഥലത്ത്, എറണാകുളം പത്തടിപ്പാലത്ത്, തിരുവനന്തപുരം മൺവിളയില് ഇങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് ഈ ആഹാരം, അല്പവും കൂടെ പോഷകാഹാരം നൽകിക്കൊണ്ട് ആയുസ് നീട്ടിക്കെട്ടട്ടെ എന്ന ചിന്തയോടുകൂടെ ഇറങ്ങിയ വേറൊരു മേഖലയാ. ഇങ്ങനെയുള്ള മേഖലകളെ കുറിച്ച് പറഞ്ഞത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനവരാശിയുടെ മനസ്സാക്ഷി മരവിച്ചിട്ടില്ല. ഒരു കിഡ്നി രോഗിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യർ കൈ നീട്ടുക, ലക്ഷക്കണക്കിന് രൂപ നിമിഷം കൊണ്ട്. അതിന്റെ അർത്ഥം എന്താ? മാനവരാശിയുടെ മനസ്സാക്ഷി ഇന്നലത്തേതിനേക്കാൾ ഇന്ന് കുറച്ചുകൂടെ പ്രിയപ്പെട്ടവരെ പച്ചയാ. മനുഷ്യത്വം മനുഷ്യരാശിയിൽ കൂടുതലായിട്ട് ഇന്നുണ്ട്. 16 പേരെ കൊല്ലാനിട്ടിട്ടുണ്ട് കേരളത്തിലെ മാത്രം ജയിലുകളിൽ. തോന്നുന്നുണ്ടോ ഇനി ഒരാളെ കേരളത്തിന്റെ തടവറയിൽ തൂക്കിക്കൊല്ലൂന്ന്? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്കത് സഹിക്കാൻ പറ്റില്ല. കാര്യം കൊന്നതാ, അനേകം പേരുടെ ജീവൻ ഉത്തരവാദികളാ കിടക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ. പക്ഷേ അവനെ തൂക്കിക്കൊല്ലാൻ ഇന്ന് നമ്മുടെ മനസ്സെന്തോ പഴയ അവസ്ഥയല്ല. പണ്ടായിരുന്നെങ്കിൽ കൊന്നു എന്ന് ഉറപ്പായാൽ അവന് കിട്ടുന്ന എഴുതി കോടതി കൊടുക്കുന്ന ശിക്ഷ തൂക്കുകയറാ, പിന്നെ ദയാഹർജി, അതും ശരി വെച്ചാൽ പിന്നെ തൂക്കുകയറാ. എന്നാൽ ഇന്ന് മാനവരാശിയുടെ മനസാക്ഷി പണ്ടത്തേതിനാൽ കുറച്ചുകൂടെ ആർദ്രതയുള്ളതായി എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യോഹന്നാന്റെ സുവിശേഷം 11:38 വീണ്ടും ആവർത്തിക്കുന്നു. ഈശോ നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിലേക്ക് ചെന്നു. ഈ ഒരു നെടുവീർപ്പ് എനിക്കും നിങ്ങൾക്കും കിട്ടിയാൽ ഇനിയുമുണ്ട് തുറക്കപ്പെടേണ്ട അനേകം ശവകുടീരങ്ങൾ. നെടുവീർപ്പുണ്ടെങ്കിൽ അതിൻ്റെ വാതിൽക്കലേക്ക് ഈ പറഞ്ഞ ജീവിതങ്ങളുടെ ഒക്കെ മുമ്പിലേക്ക് ചെന്ന് നമുക്ക് നെടുവീർപ്പിടാം. നെടുവീർപ്പിട്ടുകൊണ്ട് നമുക്ക് ഇവരെയും കൂട്ടിക്കൊണ്ട് വരാം ജീവിതത്തിൻ്റെ പാന്താവിലേക്ക്, വഴിത്താരയിലേക്ക്. അപ്പൊ ഈ ലോകവും ഈ ഭൂമിയും മാനവരാശിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ഇടമാണെന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളും നാം ആയിരിക്കുന്ന സമൂഹവും നമ്മളുമായി ബന്ധപ്പെടുന്നവരും, പ്രത്യേകിച്ചും ഈ രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തുന്ന ആ അവസ്ഥയിൽ ഡോക്ടർമാരും നേഴ്സുമാരും അവരുടെ ശുശ്രൂഷയുടെ ശൈലിയും രീതിയും ഈ ഒരു നെടുവീർപ്പോടെയാണ് എങ്കിൽ മാറും. പുതിയൊരു മാറ്റത്തിൻ്റെ
കാഹളധ്വനിയായിട്ട് ഈ മലമുകളിൽ നിന്നുള്ള കുരിശിൻ ചുവട്ടിൽ നിന്നുള്ള ശബ്ദം അനേകം ഹൃദയങ്ങളിലേക്ക് എത്തട്ടെ എന്ന ആശംസയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കുര്യക്കാട്ടിലച്ചനിലൂടെ നമ്മോട് സംസാരിച്ച യേശുവിന് നന്ദി പറയാം. കൂടെ നടന്ന് സംസാരിച്ച ഉദ്ധിതനായ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ വൈകിയ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ നമ്മുടെ കണ്ണുകളും പലപ്പോഴും മൂടപ്പെട്ടിട്ടില്ലേ? അനുദിന ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലുള്ള ഈശോയെ അറിയുവാനും അവനോട് സംസാരിക്കുവാനും നമുക്കും ശ്രമിക്കാം. അങ്ങനെ വേദനിക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുമ്പോഴും നിരാശയിലായിരിക്കുന്ന സുഹൃത്തിനെ ആശ്വസിപ്പിക്കുമ്പോഴും നമ്മുടെ പൊന്നു തമ്പുരാൻ അവരെയും സ്പർശിക്കുമാറാകട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.